Hello, good afternoon. Have you heard about Titanic before? നിങ്ങൾ ടൈറ്റാനിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് റൈറ്റ് ഹാൻഡ് റൈസ് ചെയ്യൂ. യെസ്, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ് ടു യു. ടൈറ്റാനിക് എങ്ങനെയാണ് തകർന്നത് എന്ന് നിങ്ങൾക്കറിയാം. വലിയ ഒരു മഞ്ഞുമലയിൽ ഇടിച്ചിട്ടാണ് അല്ലേ? വലിയ ഒരു കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ദൂരെ നിന്ന് നോക്കിയപ്പോൾ കുറച്ച് ഭാഗമേ അദ്ദേഹം കണ്ടുള്ളൂ, ബാക്കി ഭാഗം മുഴുവൻ കടലിനടിയിലായിരുന്നു അല്ലേ? നമ്മൾ പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ വിചാരിച്ച് പലതും നടക്കുന്നില്ല, പല പേടികളും ഉള്ളിൽ വരുന്നു. വൈ? ബിക്കോസ് ദ ചേഞ്ച് ഈസ് ഹാപ്പനിങ് ഓൺലി അറ്റ് ദ ടിപ്പ്, ദ കോൺഷ്യസ് ലെവൽ. The hidden mind, the unconscious mind is very active. We have to make the change work there. Are you ready for that? If you're ready, show me a double thumbs up. That's it, dear friends. We are here to unlock the true power of human mind and to apply that in our life. This is not going to be just an entertainment show. Instead, we are going to learn from it and apply it. Are you ready? Yes. That's it. ഈ ചെയറുകൾ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളിലെ ഏറ്റവും ഭാഗ്യവാന്മാർക്കുള്ളതാണ്, ഏറ്റവും ഭാഗ്യവതികൾക്കുള്ളതാണ്. ഇമാജിനേഷൻ ഈസ് എവറിഥിങ്. ഇറ്റ് ഈസ് ദ പ്രിവ്യൂ ഓഫ് ലൈഫ്സ് കമ്മിങ് അട്രാക്ഷൻസ് എന്ന് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാളായ ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ഇഫ് ഹീ said like that, it means knowingly or unknowingly he was using the unlimited power of hypnosis. Even he has used hypnosis. Why can't we use it to reprogram our life and reset our goals in 2026? Images are the language of your subconscious mind. Imagination is the language of the mental programming. So dear friends, you are going to get a wonderful experience this afternoon. Are you ready? So dear friends, I need your support from now on. We are going to invite them to a beautiful hypnotic experience. Hypnosis എന്ന് പറയുന്നത്, you know, it is the power of suggestions. It's not magic. It's not mentalism. Hello madam, your good name please? ഒന്ന് ചാരി ഇരുന്ന് കൈ ഒന്ന് പിടിച്ചോട്ടെ. ചാരി ഇരിക്കൂ, ചാരി ഇരിക്കൂ, ചാരി ഇരിക്കൂ. Look here, look here, look here. Take a deep breath, take a deep breath. Close your eyes and sleep. 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 Hello, sir. May I hold your hand? Look at your hand. Look at the lines. Concentrate on one spot, one single spot. As your hand moves towards your eyes begin to shift focus. കണ്ണുകളുടെ ഫോക്കസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. As you become aware of your eyes, you may close your eyes. You may close your eyes. Sleep and relax. Sleep and relax. 10 times deeper, deeper and deeper. 10 times deeper. Sir, ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നില്ല അല്ലേ? സാർ എൻ്റെ കണ്ണിലേക്ക് എന്നെ നോക്കി, ഒന്നുകൂടെ എന്നെ നോക്കി. ലുക്ക്. കണ്ണുകളുടെ ഭാരം കൂടി വരുന്നുണ്ട്. Look here. You must slowly close your eyes and sleep. Go 10 times deeper. എൻ്റെ ശബ്ദം കേൾക്കുന്നതോടെ നിങ്ങളുടെ ഉറക്കം കൂടി വരും. ഹലോ മാഡം, കൈ ഒന്ന് തരാമോ? ഒന്നിങ്ങോട്ട് നോക്കാമോ? ഞാൻ ഈ കൈ 3 തവണ ഷെയ്ക്ക് ചെയ്യും. ആദ്യത്തെ തവണ ഷെയ്ക്ക് ചെയ്യുമ്പോൾ കണ്ണുകളുടെ ഭാരം കൂടും. രണ്ടാമത് ഷെയ്ക്ക് ചെയ്യുമ്പോൾ വീണ്ടും കൂടും. മൂന്നാമത് ഷെയ്ക്ക് ചെയ്യുമ്പോൾ യു വിൽ ക്ലോസ് യുവർ ഐസ് ആൻഡ് സ്ലീപ്പ്. ഓക്കെ, ലുക്ക് ഹിയർ. ചാരി ഇരിക്കൂ. 1, ഭാരം കൂടി. 2, ഭാരം വീണ്ടും കൂടുന്നുണ്ട്. 3, sleep. Close your eyes and sleep. 10 times deeper now. Hello sir. Look at me. Follow my finger. And sleep. Close your eyes and sleep. 10 times deeper now. 10 times deeper now. Deeper and deeper now. നിങ്ങളുടെ 2 കാൽപാദങ്ങളും പൂർണ്ണമായും റിലാക്സ്ഡായി മാറുകയാണ്. നിങ്ങളുടെ കാലുകളിൽ ഫോക്കസ് ചെയ്യുക. കാലുകൾ പൂർണ്ണമായും റിലാക്സ്ഡായി മാറുന്നു. എല്ലാ നാഡിഞരമ്പുകളും മസിലുകളും റിലാക്സ്ഡായി മാറുന്നു. കാൽമുട്ട് വരെയുള്ള ഭാഗം റിലാക്സ്ഡ് ആണ്. തുടകൾ റിലാക്സ്ഡ് ആകുന്നു. നിങ്ങളുടെ വയർ റിലാക്സ്ഡായി മാറുന്നു. ചെസ്റ്റ് റിലാക്സ്ഡായി മാറുന്നു. ഷോൾഡറുകൾ റിലാക്സ്ഡ് ആണ്. നട്ടെല്ല് റിലാക്സ്ഡായി മാറുന്നു. നിങ്ങളുടെ പുറം ഭാഗം പൂർണ്ണമായും റിലാക്സ്ഡ് ആണ്. നിങ്ങളുടെ 2 കൈകളും വിരലറ്റങ്ങൾ വരെ റിലാക്സ്ഡായി മാറുന്നു.
റിലാക്സ്. നിങ്ങളുടെ കഴുത്ത് റിലാക്സ്ഡ് ആകുന്നു. മുഖം റിലാക്സ്ഡ് ആകുന്നു. തല പൂർണ്ണമായും റിലാക്സ്ഡ് ആകുന്നു. ഇപ്പോൾ നിങ്ങൾ തല മുതൽ കാൽ വരെ പൂർണ്ണമായും റിലാക്സ്ഡ് ആണ്. എൻജോയ് ദ റിലാക്സേഷൻ. എൻജോയ്. നിങ്ങളിപ്പോൾ 10 പടികളുള്ള ഒരു കോണിപ്പടിയുടെ 10ാമത്തെ പടിയിലാണ് എന്ന് സങ്കല്പിക്കുക. ഏറ്റവും മുകളിലത്തെ പടിയിൽ. ഇനി പടികൾ ഒന്നൊന്നായി താഴേക്ക് ഇറങ്ങാൻ പോകുകയാണ്. ഓരോ പടിയായി താഴേക്ക് ഇറങ്ങുമ്പോഴും നിങ്ങളുടെ റിലാക്സേഷൻ ഇരട്ടിയായി കൂടും. ഓരോ പടിയായി താഴേക്ക് ഇറങ്ങുമ്പോഴും നിങ്ങളുടെ റിലാക്സേഷൻ ഇരട്ടിയായി കൂടും. We are starting now. 10. Going down. 9. Down. 7. Going deeper and deeper. 6. 10 times deeper. 5. Going down. 3. 2. 1. 0. നിങ്ങൾക്ക് സുഖകരമായി ഇരുന്നുറങ്ങുവാൻ കഴിയും. നിങ്ങൾക്ക് സുഖകരമായി ചെയറിൽ ഇരുന്നുറങ്ങുവാൻ കഴിയും. നിങ്ങളെ ചെയർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. 0. You are totally relaxed now. You are totally relaxed. ഈ നിമിഷം മുതൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉടനടി റിയാലിറ്റിയായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ നിമിഷം മുതൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉടനടി റിയാലിറ്റിയായി അനുഭവപ്പെടും. അത് എത്ര ചെറിയ കാര്യമാവട്ടെ, എത്ര സില്ലി ആവട്ടെ, എത്ര സ്റ്റുപ്പിഡായ കാര്യമാവട്ടെ, whatever I say will immediately become your reality. Whatever I say, every word I say will immediately become your reality. നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്തോറും റിലാക്സേഷൻ കൂടി വരും. ഞാൻ സ്ലീപ്പ് എന്ന വാക്ക് എപ്പോൾ പറഞ്ഞാലും നിങ്ങൾ കണ്ണുകൾ അടക്കും. ഇപ്പോഴുള്ളതിലും 10 ഇരട്ടി ആഴമേറിയ ഉറക്കത്തിലേക്ക് നീങ്ങും. ഞാൻ സ്ലീപ്പ് എന്ന വാക്ക് എപ്പോൾ പറഞ്ഞാലും നിങ്ങൾ കണ്ണുകൾ അടക്കും. ഇപ്പോഴുള്ളതിലും 10 ഇരട്ടി ആഴമേറിയ ഉറക്കത്തിലേക്ക് നീങ്ങും. എൻ്റെ ശബ്ദത്തോട് നിങ്ങൾ കൃത്യമായി പ്രതികരിക്കും. മറ്റെല്ലാ ശബ്ദങ്ങളും, ഓഡിയൻസിൻ്റെ ക്ലാപ്പാവട്ടെ, പുറമെ നിന്നുള്ള ശബ്ദങ്ങളാവട്ടെ, അതെല്ലാം തന്നെ നിങ്ങളുടെ റിലാക്സേഷൻ്റെ ആഴം വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യൂ. എൻ്റെ ശബ്ദത്തോട് നിങ്ങൾ കൃത്യമായി പ്രതികരിക്കും. ഞാൻ ആരുടെ തോളിലാണോ കൈ തട്ടി കണ്ണ് തുറക്കാൻ ആവശ്യപ്പെടുന്നത് അവർ മാത്രമേ കണ്ണ് തുറക്കൂ. ഞാൻ ആരുടെ തോളിലാണോ കൈ തട്ടി കണ്ണ് തുറക്കുവാൻ ആവശ്യപ്പെടുന്നത് അവർ മാത്രമേ കണ്ണ് തുറക്കൂ. അല്ലാത്തവർക്കെല്ലാം എൻ്റെ ശബ്ദം കേൾക്കുന്തോറും റിലാക്സേഷൻ, ഡീപ്നെസ് കൂടിക്കൊണ്ടിരിക്കും. This is a very comfortable experience for you. Sleep now. 10 times deeper now. നിങ്ങളുടെ കൈ ഇവിടെ ചുരുട്ടി പിടിക്കുക. ബലമായി ചുരുട്ടി പിടിക്കുക. യെസ്. നിങ്ങളുടെ കൈ ബലമായി ചുരുട്ടി പിടിക്കുക. ടൈറ്റ്. ബലമായി ചുരുട്ടി പിടിക്കുക. മേക്ക് ഇറ്റ് ടൈറ്റ്. വളരെ ടൈറ്റ് ആവട്ടെ. ടൈറ്റ്. നിങ്ങളുടെ കൈ ഇപ്പോൾ ഒരു സ്റ്റീൽ ദണ്ടായി മാറുകയാണ്. വെരി ടൈറ്റ്, വെരി സ്ട്രോങ്. വളരെ സ്ട്രോങ് ആയ ഒരു സ്റ്റീൽ ദണ്ടായിട്ട് മാറുകയാണ്. അത് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ കൈയാണ്. സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ വളക്കാൻ തിരിക്കാൻ പറ്റാത്ത കൈ. ഇറ്റ്സ് എ സ്ട്രോങ് ഹാൻഡ്. നിങ്ങൾക്കത് വളക്കാനോ തിരിക്കാനോ പറ്റില്ല. ഇറ്റ്സ് വെരി മച്ച് സ്ട്രോങ്. സി, കണ്ടോ? തിരിച്ചു വരുന്നത് കണ്ടോ? ഇറ്റ് ഈസ് റിട്രാക്റ്റിംഗ്. അതേ സമയത്ത് ബാക്കി ശരീരഭാഗങ്ങൾ നോക്കൂ. ഹൈലി റിലാക്സ്ഡ്. ദാറ്റ്സ് ദ പവർ ഓഫ് ഇമാജിനേഷൻ. ഇഫ് യു ആർ സ്ട്രെസ്ഡ്, റിമെമ്പർ, you are inviting stress.
You think you need too much stress and your body responds accordingly. So see, it is very much strong, very much strong. See, കണ്ടോ തിരികെ ഇങ്ങോട്ട് തന്നെ വരുന്നു. ഇറ്റ് ഇസ് വെരി മച്ച് സ്ട്രോങ്. അതേസമയം ഈ കൈ നോക്കൂ, വെരി മച്ച് റിലാക്സ്ഡ്. സോ ദിസ് ഈസ് ദ എബിലിറ്റി ഓഫ് ഹ്യൂമൻ മൈൻഡ് ടു റിലാക്സ്. സോ ഇതാ ഞാൻ എൻ്റെ കൈ ടച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ കൈ നോർമലായി മാറും. ബാക്ക് ടു നോർമൽ. കൈ നോർമലായി മാറട്ടെ, താഴെ പോവട്ടെ. കൈ നോർമലായി മാറട്ടെ, താഴെ പോവട്ടെ. സോ നിങ്ങളിനി കണ്ണ് തുറക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് 7 എന്ന ഡിജിറ്റ് മാഞ്ഞു പോയിട്ടുണ്ടാകും. The number 7 is erased from your mind, memory and brain for the time being. The number 7 is erased from your mind, memory and brain for the time being. If I ask you to count, you will count like this: 1, 2, 3, 4, 5, 6, 8, 9, 10. Let me repeat: 1, 2, 3, 4, 5, 6, 8, 9, 10. The number 7 is totally erased. Open your eyes, please. Please get up. Hello, madam. Can you please show me your hands? And please count. 1, 2, 3, 4, 5. The other hand, please. 6, 8, 9, 10, 11. Oh, she has 11 fingers, right? നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? You have 11? Sure? Mathematics ഇഷ്ടമാണോ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. 1 + 1, you may hold this mic. 1 + 1? 2. Sure? 2 + 3? 5. Sure? She is very good in mathematics, right? 5 + 2? Come on. Come on, lady, you can. Come on, try to remember. The more you try, the faster it will go. 5 + 2? Yeah, you may count in your hands. 5 + 2? Yes, she is counting. Or clap കൊടുക്കൂ, clap കൊടുക്കൂ. 8. 5 + 2 is 8. Wonderful answer. മാത്തമാറ്റിക്സ് പഠിപ്പിച്ച ടീച്ചർക്ക് അവാർഡ് കൊടുക്കണം. 5 + 2ന്റെ കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ ദാ ബെറ്റ 5 + 2. 5 + 2. ചില സമയത്ത് നമ്മൾ വിചാരിക്കും ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ഉത്തരം നമുക്ക് അറിയില്ല എന്ന്. അറിയാത്തതല്ല പ്രശ്നം, അറിയില്ലെന്ന തോന്നല പ്രശ്നം. Would you like to take 1,000 rupees? 5 + 2. Oh, madam, I think money is a motivation. അല്ലേ? നമുക്ക് പലപ്പോഴും തോന്നും പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യും. 10 ലക്ഷം കിട്ടിയാൽ എന്തും ചെയ്യുമെന്ന്. 10 ലക്ഷം കൊടുക്കാൻ ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിലില്ല. ബട്ട് മാഡം, ഐ ഹാവ് എ ക്രെഡിറ്റ് കാർഡ്. യു ക്യാൻ വിത്ഡ്രോ 1 lakh rupees. ഈ മന്ത് ഞാൻ ഒന്നും വിത്ഡ്രോ ചെയ്തിട്ടില്ല. 1 lakh is credit. What is 5 + 2? Dear friends, ഒരു ക്ലാപ്പ് കൊടുക്കൂ. You know one thing? Money is not the motivator. Instead, mind is. ഒന്ന് പറഞ്ഞേ, money is not the motivator. ഒരുമിച്ച് പറയൂ. Money is not the motivator, but mind is. കാരണം അത് money is needed for sure. Money is needed for sure. But the thing is, നമുക്കൊരു പറ്റില്ല എന്ന് വിചാരിക്കുമ്പോൾ പൈസ കൊണ്ടല്ല പ്രശ്നം, തോന്നല പ്രശ്നം. ഈ തോന്നൽ ഞാൻ ഇപ്പോൾ റിലീസ് ചെയ്ത് തരാം. മാഡം, ഒന്ന് ആ കൈ ഒന്ന് തരൂ. ഈ വാച്ചിനൊരു മാന്ത്രിക ശക്തിയുണ്ട്. ഈ വാച്ചിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മറന്നുപോയ നമ്പർ തിരിച്ചു വരും. ഇറ്റ്സ് ബാക്ക്. നമ്പർ 7 is back. എത്ര 5 + 2? മൈക്കിൽ പറയൂ. 7. ഒരു ക്ലാപ്പ് കൊടുക്കൂ. പക്ഷേ മാഡം, ഞാൻ പറഞ്ഞു ഈ വാച്ചിനാണ് മാന്ത്രിക ശക്തി ഉള്ളത്. ഈ വാച്ച് ഞാനൊന്ന് ഊരി എടുത്തോട്ടെ. ഇതെങ്ങനെയോ ഇതൊന്ന് ഊരി തരുമോ? മാന്ത്രിക ശക്തി ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നങ്ങോട്ട് നോക്കി. നമ്പർ 7 is gone. It's 5, 6, 8, 9, 10. What is 5 + 2? മൈക്കിലൊന്ന് പറഞ്ഞു. What is 5 + 2? പറയൂ, മൈക്കിൽ പറഞ്ഞോളൂ. വേണ്ട, 6 + 2? മൈക്കിൽ പറയൂ. 6 + 2 8. 4 + 2? 6. 5 + 2? 5 + 2 is 8. അല്ലേ? കൊടുക്കൂ ഒരു ക്ലാപ്പ്. മടി പാടില്ല ക്ലാപ്പ് കൊടുക്കാൻ. Dear friends, I would like to clarify one thing. ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും പൈസയല്ല മോട്ടിവേഷൻ എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും. എന്തെങ്കിലും ഒരു ഏലസ് കെട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം വരുമെന്ന്, അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം കിട്ടുമെന്ന്. ഒന്നുമല്ല. ഇറ്റ് ഈസ് യുവർ ഇമാജിനേഷൻ. ഈ മാന്ത്രിക ഏലസ് ഞാൻ തിരികെ കൊടുക്കട്ടെ. നമ്പർ 7 തിരിച്ചു വരും. ഇത് കൈ പിടിച്ചാൽ മതി, മറന്നുപോയ നമ്പർ തിരിച്ചു കിട്ടും. ഇറ്റ്സ് ബാക്ക്. 5 + 2 എത്ര? മൈക്കിൽ പറഞ്ഞു. ഓക്കെ, നല്ല ക്ലാപ്പ്.
താങ്ക് യു സോ മച്ച് മാഡം, താങ്ക് യു സോ മച്ച് മാഡം. ഒരു മിനിറ്റ് ഇവിടെ നിൽക്കൂ. ഈ വാച്ച് നമ്മൾ പറഞ്ഞു മാന്ത്രികത എന്ന് പറയുന്നത് മനസ്സിലാണ് വരുന്നത്. ഈ വാച്ചിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മാഡം ഒന്നൊരു കാര്യം ചെയ്യുക, കുറച്ച് ഇങ്ങോട്ട് വരാമോ? ഇങ്ങോട്ട് വരുമോ? ഞാൻ നിങ്ങളെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്തോട്ടെ. ഈ വാച്ചിലേക്ക് തന്നെ നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു മാന്ത്രികത വാച്ചിലല്ല, ഇറ്റ്സ് ഇൻ മൈ സജഷൻസ്. ഇഫ് ഇൻ യുവർ ബിലീഫ്. ഈ വാച്ചിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരും. പതുക്കെ നിങ്ങൾ ഉറങ്ങി എൻ്റെ കയ്യിലേക്ക് പതിയെ വീഴും. യു ആർ ടോട്ടലി സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഉറക്കം വരുന്നുണ്ട്, കണ്ണുകളുടെ ഭാരം കൂടുന്നുണ്ട്. യു ആർ ടോട്ടലി സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. യു ആർ ടോട്ടലി സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഓക്കെ, പതുക്കെ കണ്ണുകളുടെ ഭാരം കൂടി 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 വരുന്നുണ്ട്. യെസ് 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 സ്ലീപ്പ് നൗ. നിങ്ങൾക്ക് പതുക്കെ 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 അവിടെ കിടക്കാം. യു ആർ ടോട്ടലി സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. യു ആർ ടോട്ടലി സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഡിയർ ഫ്രണ്ട്സ്, ഈ വാച്ചിലല്ല കാര്യം. കാര്യം ഈ വാച്ചിലാണോ? യെസ് ഓർ നോ? ടെൽ മീ. No, absolutely no. But she believed this watch has a magical ability to bring her to sleep. So if you think that your life is decided by external factors, it is. What you believe, you perceive. Remember that. If you think that your life is dependent on external factors, it will be. If you think that you are the commander of your ship, if you are the commander of your life, then you are. The choice is whose? Are the choice? Ours. So are you ready to make the right choice? നിങ്ങൾ ഇനി കണ്ണ് തുറക്കുമ്പോൾ നിങ്ങളുടെ സീറ്റിൽ വളരെ ടൈറ്റായി ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എണീക്കാൻ ശ്രമിക്കുന്നതോറും സീറ്റിൽ സ്റ്റക്കായിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഭാരം ഇപ്പോൾ വെരി വെരി ഹെവിയാണ്, വെരി വെരി ഹെവി. നിങ്ങൾക്ക് സീറ്റിൽ നിന്ന് എണീക്കാൻ പറ്റില്ല. എണീക്കാൻ ശ്രമിക്കുന്നതോറും നിങ്ങൾ കൂടുതൽ സീറ്റിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ കണ്ണ് തുറന്ന് എണീക്കാൻ ശ്രമിക്കുന്നതോറും ഒട്ടിക്കൊണ്ടിരിക്കും. Hello sir, please open your eyes. Please try to get up. ഒന്ന് എണീക്കാൻ ശ്രമിക്കൂ. Try. Harder and harder. Madam, ഒന്ന് എണീക്കാൻ ശ്രമിക്കൂ. സീറ്റിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കൂ. Sir, ശ്രമിക്കൂ. സീറ്റിൽ നിന്ന് എണീക്കാനായി ശ്രമിക്കൂ. Try harder and harder. ടാപ്പ് കൊടുക്കൂ. Harder. The friends, you know one thing. മൈൻഡിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ ലോക്ക്ഡൗണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്റ്റക്കാണ്, ഇനി എനിക്ക് മുന്നിൽ വഴികളില്ലാഞ്ഞിട്ടല്ല, വഴികളില്ലെന്നൊരു വിശ്വാസം നിങ്ങൾ മനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ്. ട്രൈ ടു ഗെറ്റ് അപ്പ് മാഡം. ദ മോർ യു ട്രൈ, ദ ഫാസ്റ്റർ യു ഗെറ്റ് സ്റ്റക്ക്. വാട്ട് ഹാപ്പൻഡ്? പറ്റുന്നില്ല. ട്രൈ ടു ഗെറ്റ് അപ്പ്. ട്രൈ. ദ മോർ യു ട്രൈ, ദ സ്ട്രോങ്ങർ യു സ്റ്റിക്ക്. ട്രൈ ടു ഗെറ്റ് അപ്പ്. ട്രൈ. ദ മോർ യു ട്രൈ, ദ ഫാസ്റ്റർ യു സ്റ്റക്ക്. യെസ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. നമുക്ക് ഒന്നുകിൽ സ്വയം പറയണം ഐ ക്യാൻ. നൗ ദേ ആർ റിപ്പീറ്റിംഗ് ദ വേർഡ് ഐ കാൺട്ട് ഇൻ ദെയർ മൈൻഡ്സ്, റൈറ്റ്? അല്ലേ? സോ ഇറ്റ്സ് ബിക്കമിങ് ദിയർ റിയാലിറ്റി. സോ ഇൻ അവർ ലൈഫ് സംടൈംസ് വി മേ നോട്ട് ബി ഇൻ എ പൊസിഷൻ വേർ വി ക്യാൻ അവർ സെൽഫ് സേ ഐ ക്യാൻ. ആ സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വന്ന് യു ക്യാൻ എന്ന് പറയുക. പറ്റുമടോ, എണീക്കടോ എന്ന് പറയുക. അപ്പോൾ എണീക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്വയം പറയണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാഡം, യു ക്യാൻ ഈസിലി ഗെറ്റ് അപ്പ്. എണീക്കൂ. ഈസിയായിട്ട് എണീക്കാൻ പറ്റും. സർ, നിങ്ങൾക്ക് ഈസിയായിട്ട് എണീക്കാൻ പറ്റും. എണീക്കൂ. മാഡം, ഈ ഒന്ന് അങ്ങോട്ട് ഫേസ് ചെയ്ത് ഈ കൈ ഒന്ന് ഇവിടെ വെച്ചോട്ടെ. ഒന്ന് എന്നെ നോക്കി. നിങ്ങളുടെ കൈ ഇപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്, സ്റ്റക്കാണ്, മുടിയുമായിട്ട് ഒട്ടിയിട്ടുണ്ട്. കൈ ഒന്ന് എടുക്കാൻ ശ്രമിക്കൂ. കൈ എടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കൂ. എന്ത് പറ്റി? എന്ത് പറ്റുന്നില്ലേ? ഒട്ടുന്നു. മറ്റേ കൈ കൊണ്ട് പിടിച്ചു വലിക്കൂ. മാക്സിമം. ഇവ ഗുഡ് നെയിം മാളവികക്ക് ഫോൺ ഏതാ വീട്ടിലുള്ളത്? കയ്യിലേതാ ഫോൺ? സാംസങ്. വുഡ് യു ലൈക്ക് ടു അപ്ഗ്രേഡ് ടു an iPhone? Yeah? The hand is stuck. Try to take out that hand and this iPhone is yours. 1.5 lakh. This iPhone is yours. Take it. This iPhone is yours. Come on. Dear friends, ഐഫോണിലല്ല, കറൻസിയിലല്ല കാര്യം. മറിച്ച് എന്താണെന്നറിയോ പ്രശ്നം? ഒരു കാര്യമുണ്ട്. നിങ്ങളിങ്ങനെ നോക്കുമ്പോഴേ നിങ്ങൾക്ക് തോന്നും ഇത് ഈ കൈ കൊണ്ട് ഈസിയായിട്ട് വലിച്ചെടുക്കാൻ. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങളത് അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഈ കൈ കൂടി അവിടെ സ്റ്റക്കായി പോയി എന്ന്. ആ കൈ കൂടെ ഒന്ന് എടുക്കാൻ ശ്രമിച്ചു നോക്കിയേ. സാർ ഒന്ന് ഇങ്ങോട്ട് വന്നേ. സാറിൻ്റെ ഷൂ ഒന്ന് എടുക്കാമോ? യെസ് പ്ലീസ്. 2 ഷൂ.
സാറേ ആ ഷൂ ഇപ്പോൾ അതിൻ്റെ വെയ്റ്റ് ഇറ്റ് ഈസ് വെരി ഹെവി 500 kilograms. It is 500 kilograms. Try to lift it. The more you try to lift, the stronger it will get. Try to lift. Try. നിങ്ങൾക്ക് എടുക്കാൻ ശ്രമിക്കുന്നതോറും അത് ഒട്ടിക്കൊണ്ടിരിക്കും. Come on dear friends. ജീവിതത്തിൽ ഭാരം എന്ന് പറയുന്നത് മനസ്സിലാ. ഇതിന് 500 ഉണ്ടോ? ആകെ 1/2 കിലോ ഉള്ള ഷൂ എടുക്കാനാണ് ഈ പാടുപെടുന്നത്. ഇതാ ചിലപ്പോൾ നമുക്ക് തോന്നും ലൈഫിൽ രക്ഷപ്പെടാനായിട്ട് വേറൊരു മാർഗം ചെയ്യാൻ. അത് ചെയ്യുമ്പോൾ അതുകൂടെ കൂടി ലോക്കാവും. ഈ കൈ എടുക്കാനാണ് ഈ കൈ വെച്ചത്, അതുകൂടി ലോക്കായി. പ്രശ്നം എവിടെയാണെന്നറിയോ? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാ പ്രശ്നം. മനസ്സിലായോ? സിസ്റ്റത്തിൽ വൈറസ് ഉണ്ടെങ്കിൽ ആ വൈറസ് കളഞ്ഞിട്ട് ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ പുതിയ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്താൽ അതിലൊക്കെ വൈറസ് ആവില്ലേ? ശരിയാണോ? ആ വൈറസിനെ കളയാം. ഇവിടെ വൈറസ് പറ്റില്ല എന്നുള്ള തോട്ടല്ലേ? കളയട്ടെ. ഹലോ മാഡം, ലുക്ക് അറ്റ് മൈ ഐസ്. നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റും. യു ക്യാൻ സേ ദ വേർഡ് ഐ ക്യാൻ. നൗ റിലീസ് ഇറ്റ്. ഈസി ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റും. മാഡം, സാറേ ഒരു നിമിഷം അവിടെ ഇരുന്ന്. എന്ത് പറ്റി ചെയർ എടുക്കാൻ നോക്കിയിട്ട്, അല്ല ഷൂ എടുക്കാൻ നോക്കിയിട്ട്? പറ്റുന്നില്ല അല്ലേ? സാരമില്ല, ഇത് ഭയങ്കര ഹെവി വെയിറ്റ് ഷൂസ് ആട്ടോ. ഇത് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഷൂവാണ്. മാഡം ഒന്നവിടെ ഇരുന്ന്. നിങ്ങൾക്ക് സുഖമായിട്ട് ഇരുന്നുകൊണ്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ. What is this? A gun. But this is a sleep gun. ആളുകളെ വെടിവെച്ചുറക്കാൻ പറ്റുന്ന ഗണ്ണാ. ഞാൻ സ്ലീപ്പ് ഗണ്ണോട് നിങ്ങളെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങിപ്പോവും. നിങ്ങളെ സീറ്റിൽ നിങ്ങൾ സപ്പോർട്ടഡ് ആയിരിക്കും. ഓക്കെ, എന്നെ തന്നെ നോക്കൂ. മാഡം, സർ സ്ലീപ്പ്. Close your eyes and sleep. Go 10 times deeper. Go 10 times deeper. ഒരാൾ പാവോടെ ഉറങ്ങുന്നുണ്ട്, നമുക്ക് വിളിച്ചുണർത്താം അല്ലേ? ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ തീർന്നു മക്കളെ, തീർന്നു അല്ലേ? വഴിയിൽ വരുമ്പോൾ മുന്നിലൂടെ ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ അന്നത്തെ ജീവിതം തീർന്നു. കുറ്റം പൂച്ചയുടേതല്ല, നിങ്ങളുടേതുമല്ല, മനസ്സിലുള്ള പ്രോഗ്രാമിൻ്റെതാ. So if you want a new 2026, just erase the bad programming and install the new programming. Are you ready for that? നിങ്ങളിനി കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഷൂ കാണാൻ പറ്റില്ല. നിങ്ങളിനി കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഷൂ കാണാൻ പറ്റില്ല. നിങ്ങൾ ഷൂ അന്വേഷിച്ച് ഒരുപാട് നടക്കും. നിങ്ങൾക്ക് ആ ഷൂ കാണാനേ പറ്റില്ല. നിങ്ങൾക്ക് ഷൂ കാണാൻ പറ്റില്ല. കണ്ണ് തുറക്കുമ്പോൾ ഷൂ കാണാൻ പറ്റില്ല. നിങ്ങളുടെ ഷൂ കാണാൻ പറ്റില്ല. ഓപ്പൺ യുവർ ഐസ്. സാറേ ഒന്ന് എണീറ്റ്. സാറിൻ്റെ ഷൂ ഇട്ടിട്ടില്ലേ? ഷൂ എവിടെ? ഒന്ന് തിരഞ്ഞ് കണ്ടുപിടിച്ചോളൂ. ലെറ്റ് ഹിം സെർച്ച്. ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കും എനിക്ക് വേണ്ട സമാധാനം അവിടെയുണ്ട് ഇവിടെയുണ്ട്. പലയിടത്തും നമ്മൾ പോകും. കിട്ടുമോ സമാധാനം? ദൈവങ്ങളുടെ അടുത്ത് ചിലപ്പോൾ പോകും. അവിടെ കിട്ടുമോ? ഇല്ല. മറിച്ച് നമ്മൾ തിരിച്ചറിയണം, ആൽക്കമിസ്റ്റിൽ പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ, നമ്മൾ അന്വേഷിക്കുന്ന നിധി മറ്റെവിടെയുമല്ല, പുറപ്പെട്ടിരിക്കുന്നിടത്താണ്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. ദ ട്രഷർ ഈസ് ഹിയർ. സർ, ഷൂ കണ്ടുപിടിച്ചോ? നന്നായിട്ടും തിരഞ്ഞു നോക്കൂ. മുന്നിലൊക്കെ നോക്കൂ, ശരിക്കും നോക്കൂ. മുന്നിൽ നോക്കൂ സാറേ, സ്റ്റേജിൽ നന്നായിട്ട് നോക്കൂ. കൺമുന്നിലുണ്ടെങ്കിലും കാണില്ല നമ്മൾ നമ്മുടെ നിധി. സർ, ഇൻ എ മൊമെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഷൂ ഈസിയായിട്ട് കണ്ടെത്താൻ പറ്റും, ഈസിയായിട്ട് ഷൂവിലിടാൻ പറ്റും. കണ്ണടച്ചേ. കണ്ണ് തുറക്കുമ്പോൾ തൊട്ട് മുന്നിൽ ഷൂ കാണാൻ പറ്റും, ഷൂ എടുത്തിടാൻ പറ്റും. ഓപ്പൺ യുവർ ഐസ്. ഷൂ എവിടെ? ടേക്ക് ഇറ്റ്. കൊടുക്കൂ ഒരു ക്ലാപ്പ്. ആർ യു എ ഗുഡ് റീഡർ? യെസ്, യു ലൈക്ക് റീഡിങ്? പ്ലീസ് ബി സീറ്റഡ് സർ, പ്ലീസ് ബി സീറ്റഡ്. സാറേ, ഈ ബുക്കിൽ ഇതിൻ്റെ ഈ കവറിൽ എഴുതിയത് വായിച്ച് തീരുന്നതിന് മുമ്പ് സാർ ഉറങ്ങിപ്പോവും. കവറിൽ എഴുതിയതൊന്ന് വായിച്ച് തീരുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോവും. ഒബ്സർവ്. ഓക്കെ, ലെറ്റ് ഹിം സ്ലീപ്പ്. പാവല്ലേ, ഉറങ്ങിക്കോട്ടെ. ഇത് ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്ത വെള്ളം കേട്ടോ, സൂപ്പർ വെള്ളം. സാറേ, ഈ കൈ ഒന്ന് തരാമോ? ഈ കൈ അടുത്തേക്ക് വരും, കണ്ണുകളുടെ ഭാരം കൂടും, ഫോക്കസ് മാറും, സാർ ഉറങ്ങിപ്പോവും. Go there, sleep. 10 times deeper and deeper. 10 times deeper. എല്ലാ മസിലും റിലാക്സ്ഡ് ആവട്ടെ. Deeper and deeper. Sinking, drifting and floating. Yes, it happens. Dear friends, ഉറങ്ങിപ്പോയില്ലേ? ബുക്ക് വായിക്കുന്നത് ഉറങ്ങാനാണെങ്കിൽ ഉറങ്ങാൻ പറ്റും, പഠിക്കാനാണെങ്കിൽ പഠിക്കാൻ പറ്റും.
മാഡം പ്ലീസ് ഗെറ്റ് അപ്പ്. കൈ ഒന്ന് തരാമോ? പ്ലീസ് ഗെറ്റ് അപ്പ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉറങ്ങാൻ പറ്റും. മാഡത്തിനെ നന്നായിട്ട് ഉറങ്ങിയില്ലേ? നന്നായിട്ട് ഉറങ്ങിയത് കൊണ്ട് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കട്ടെ. മാഡം നല്ലൊരു ഗിഫ്റ്റ് തരട്ടെ. ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഇവിടെ നിൽക്കണേ. ഞാൻ നിങ്ങൾക്ക് മാഡത്തിന് 2 ഗിഫ്റ്റ് തരാം, ഒന്നല്ല. ഹായ്, ചോക്ലേറ്റ് ഇഷ്ടമാണോ? എടുത്തോളൂ, ഒന്ന് കഴിച്ചേ. നല്ല മധുരമുണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമാണല്ലേ? ഓക്കെ, നിങ്ങൾ അടുത്ത ബൈറ്റ് ഒന്ന് എടുത്ത് നോക്കൂ. അത് ഭയങ്കര എരിവായിരിക്കും. അടുത്ത ബൈറ്റ് എടുക്കൂ. അടുത്ത ബൈറ്റ് ചെറിയ കടി എടുത്താൽ നല്ല എരിവുണ്ടാവും. എന്തു പറ്റി? സി ഡിയർ ഫ്രണ്ട്സ്, കൊടുത്തത് ഒരേ ചോക്ലേറ്റാ. എന്തു പറ്റി? എരിവ്, നല്ല എരിവുണ്ടോ? വെള്ളം വേണോ? വെള്ളം കുടിച്ചോളൂ. ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും ഇത് എനിക്ക് കിട്ടുന്ന വിഭവങ്ങളിൽ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഒരു കഴിവില്ല. ഇല്ലാത്തതല്ല, നിങ്ങൾ ഉള്ളതിനെ തിരിച്ചറിയാത്തതാ പ്രശ്നം. ഉണ്ടായിട്ട് കാര്യമുണ്ടോ? യെസ്, നിങ്ങളുടെ പാഷൻ തിരിച്ചറിയൂ, അതിനെ പ്രൊഫഷൻ ആക്കൂ, പ്രോഫിറ്റ് ഉണ്ടാക്കൂ. ദാറ്റ്സ് അവർ മോട്ടോ. മാഡം, വെള്ളം നല്ല എങ്ങനെയുണ്ട്? കുടിച്ചിട്ട് എരിവ് മാറിയോ? പക്ഷേ ചെറിയൊരു കാര്യം കൂടിയുണ്ട്. മാഡം ഇതിലേക്ക് നോക്കൂ കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് മാംഗോ ജ്യൂസ് ആയിട്ട് മാറും. ഇപ്പോൾ ഇത് യെല്ലോ കളറാവും. ഒന്ന് കണ്ണടച്ച്. കണ്ണ് തുറക്കുമ്പോൾ ഇത് യെല്ലോ കളറിൽ മാംഗോ ജ്യൂസ് ആയിരിക്കും. കണ്ണ് തുറന്നേ. എന്താ കളറ്? യെല്ലോ. ഇതൊരു ഇത്തിരി കുടിച്ച് നോക്കൂ, എന്താ ടേസ്റ്റ് എന്ന് പറയണേ. മാഡം നേരെ എന്താ ക്യാമറയിൽ നോക്കി. ഇത്തിരി വെള്ളം കുടിച്ച്. നല്ല ജ്യൂസ്. എന്താ ടേസ്റ്റ്? നല്ല മധുരമുണ്ടോ? എന്ത് ജ്യൂസാ? മാംഗോ. ഓക്കെ, താങ്ക് യു. സോ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ജീവിതത്തിലെ ഉള്ളത് കൊണ്ട് ഓണം പോലെയാക്കിയ പച്ചവെള്ളത്തെ നമുക്ക് എന്താക്കാം? പായസമാക്കി മാറ്റാം, ജ്യൂസാക്കി മാറ്റാം. അല്ലെങ്കിലോ ജീവിതത്തിൽ സംതൃപ്തി എന്നൊന്നില്ലെങ്കിലോ നമുക്ക് ഈ ചോക്ലേറ്റിനെ എന്താക്കാം? എരിവാക്കാം, കയ്പാക്കാം. ആരുടേതാ ചോയ്സ്? ആരുടേതാ? പറയൂ. നമ്മുടേത്. ദാറ്റ്സ് ഇറ്റ്. ഒന്ന് എണീക്കൂ. ഇവിടെ നിൽക്കൂ കേട്ടോ. മാഡം ഒന്ന് എണീറ്റ്. ഈസി ആയിട്ട് എണീക്കാൻ പറ്റും. ഒന്നിങ്ങോട്ട് വരൂ. ഇവിടെ നിൽക്കൂ കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടക്കുക. ക്ലോസ് യുവർ ഐസ്. നിങ്ങളുടെ വലത്തെ കൈ ഒന്ന് ചുരുട്ടി പിടിച്ചോളൂ. ഈ കൈ ഇപ്പോൾ വളരെ ഹാർഡായിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ പിടിച്ചോളൂ. വളരെ ഹാർഡായിട്ട് മാറുകയാണ്. സ്ട്രോങ് ആയിട്ട് ഒരു സ്റ്റീൽ റോഡായിട്ട് മാറുകയാണ്. ഇറ്റ്സ് എ സ്റ്റീൽ റോഡ് നൗ. ഇറ്റ്സ് എ സ്ട്രോങ് സ്റ്റീൽ റോഡ്. വളരെ സ്ട്രോങ് ആയൊരു സ്റ്റീൽ റോഡാണ്. ഇറ്റ്സ് എ വെരി സ്ട്രോങ് സ്റ്റീൽ റോഡ്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇനി ഒരു പെയിനും അറിയില്ല. ഒരു സെൻസേഷനും അറിയാൻ പറ്റില്ല. ഈ ഭാഗം അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ട്. കൊടുക്കട്ടെ? അനസ്തേഷ്യ കൊടുക്കട്ടെ? നിങ്ങൾ പെർമിറ്റ് ചെയ്യുമോ? വേണ്ടാന്ന് പറയുന്നത് നല്ല സ്നേഹമുള്ള ആളുകളാണ്. പക്ഷെ ഞാൻ അനസ്തേഷ്യ കൊടുക്കും. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് തട്ടിയാൽ, വിളക്ക് തട്ടിയാൽ നമ്മൾ കൈ വലിക്കും അല്ലേ? ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് പോരെ? നോക്കാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വാട്ട് യു ഹാവ് ജസ്റ്റ് സീൻ ഈസ് ഹിപ്നോ അനാൽജസിക്സ്. ഇത് അവരറിയാത്തത്, എനിക്കിത് ഈ വേദന അറിയില്ല എന്ന് മനസ്സിൽ വിശ്വസിച്ചതുകൊണ്ടാണ്. ജീവിതത്തിലെ പല വേദനകളെയും മാറ്റാൻ നമുക്ക് ടെക്നിക്ക് അപ്പോൾ അപ്ലൈ ചെയ്തൂടെ? യെസ്, ദാറ്റ്സ് ഇറ്റ്. സാറിൻ്റെ പേര് സാർ കണ്ണ് തുറക്കുമ്പോൾ ശോഭന എന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം എന്താണ്? ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? എന്താണ്? താങ്കളുടെ പേര് കണ്ണ് തുറക്കുമ്പോൾ ശോഭന എന്നായിരിക്കും. യു ആർ ശോഭന. കണ്ണ് തുറക്കുമ്പോൾ നിങ്ങളുടെ പേര് ശോഭന എന്നായിരിക്കും. ഓപ്പൺ യുവർ ഐസ്. നമുക്ക് ചോദിച്ചു നോക്കാം. സാറേ, എൻ്റെ പേര് മുനീർ. സാറിൻ്റെ പേരെന്തായിരുന്നു? വാട്ട്സ് യുവർ നെയിം? കം ഓൺ, വെരി ഗുഡ്. നല്ല ക്ലാപ്പ് കൊടുക്കൂ. എന്ത്? ശോഭന. ഉറപ്പാണോ? ശോഭന അല്ലേ? സാറേ, സാറിൻ്റെ പേര് ഭഗീരഥൻ പിള്ള എന്നല്ലേ? അല്ല, ഞാൻ ബെറ്റ് വെക്കാണ് സാറിൻ്റെ പേര് ഭഗീരഥനാണ്. സാറുണ്ടോ? ബെറ്റിനില്ലേ? സാറിൻ്റെ പേര് ഭഗീരഥനാണ്. ഞാൻ പറയും സാറിൻ്റെ പേരെന്താ? സാറെന്താ പറയുന്നത്? ഉറപ്പല്ലേ? ഞാൻ പറയുന്നു സാറിൻ്റെ പേര് ഭഗീരഥനാണ്. 10,000 ബെറ്റ്. ഇത് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും കേട്ടോ ബെറ്റിൻ്റെ പൈസ. ട്രാൻസ് വന്ന ഉടനെ ഞാൻ ചോദിക്കുമോ പൈസ? ഓക്കെ, നിങ്ങളുടെ പേര്, ഒറിജിനൽ പേര് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. എന്താ പേര്?
ആ പക്ഷെ ആ പേര് ഇതാ പോയി. എന്തായിരുന്നു പേര്? ശോഭന. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ശോഭന ഒന്നവിടെ ഇരുന്നേ. നിങ്ങൾക്ക് ഒന്ന് 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 കണ്ണ് തുറക്കൂ. എൻ്റെ അടുത്തേക്ക് വരൂ. ഇവിടെ നിൽക്കൂ. നിങ്ങൾ അവിടെ നിൽക്കൂ. ക്ലോസ് യുവർ ഐസ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങളോടാണ്. നിങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ നിങ്ങളുടെ മണിച്ചിത്രത്താഴ് സിനിമയാണ് മനസ്സിലേക്ക് വരിക. നിങ്ങൾ കണ്ട സിനിമ മനസ്സിൽ റിവൈസ് ചെയ്യുക. ആ സിനിമയിലെ ശോഭനയുടെ കഥാപാത്രം മനസ്സിൽ ഇങ്ങനെ റിവൈസ് ചെയ്യുക. ശോഭന. അതിലെ നാഗവല്ലിയുടെ കഥാപാത്രത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക. കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾ നാഗവല്ലിയായിരിക്കും. കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾ ദേഷ്യത്തിൽ നാഗവല്ലിയായിക്കൊണ്ട് സംസാരിക്കും. സ്ലീപ്പ്. കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾ നാഗവല്ലിയായിക്കൊണ്ട് സംസാരിക്കും. നിങ്ങൾ ദേഷ്യത്തിൽ തമിഴ് മാത്രമേ എന്നോട് സംസാരിക്കൂ. പക്ഷെ നിങ്ങൾ ഒരിക്കലും എന്നെയോ സദസ്സിലുള്ള ഒരാളെയോ ഹാം ചെയ്യില്ല. നിങ്ങൾ ഞങ്ങളെ ആരെയും ടച്ച് ചെയ്യില്ല. പക്ഷെ ദേഷ്യം കൊണ്ട് വിറച്ച് നിങ്ങൾ നാഗവല്ലിയായി മാറും കണ്ണ് തുറക്കുമ്പോൾ. ഓപ്പൺ യുവർ ഐസ്. ഞാൻ നകുലനാണ്. ആരാണ് നീ? ആരാ? എന്നെ വേണം. എന്നെ ഉനക്ക് വേണം. ശങ്കരൻ തമ്പി ഇവിടെയുണ്ട്. നിങ്ങളുടെ ശത്രു ഇവിടെയുണ്ട്. ചൂണ്ടിക്കാണിച്ചോണ്ട. വിരൽ ചൂണ്ട്. ശങ്കരൻ തമ്പി എവിടെ? നിങ്ങൾ ശങ്കരൻ തമ്പി ഒന്നും ചെയ്യാൻ പറ്റില്ല. പറയാനുള്ളത് ഇപ്പൊ പറഞ്ഞോ. എന്ന്? ഏത് നാൾ? ദുർഗാഷ്ടമി. ഇന്നേക്ക് 7ാം നാൾ ദുർഗാഷ്ടമി. ഒരു ഹിപ്നോളജിസ്റ്റിന്റെ കാര്യം. ഡിയർ ഫ്രണ്ട്സ്, പക്ഷെ ഒരു കാര്യമുണ്ട്. ഞാൻ ഇവരോട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ജീവൻ ഇപ്പം രക്ഷപ്പെടാനൊരു കാരണമുണ്ട്. ഞാൻ ഇവരോട് പറഞ്ഞു ഇവരൊരാളെ ഹാം ചെയ്യില്ല എന്നുള്ളത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ നമ്മൾ പരിപാടി പെട്ടെന്ന് നിർത്തേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മൾ വന്നത് കഷ്ടമാവും. പക്ഷെ ഒരു കാര്യമുണ്ട്. മാഡം ഒന്നിങ്ങോട്ട് വന്നേ. നിങ്ങൾ ഒന്ന് കണ്ണടക്കൂ. ഇപ്പം നിങ്ങൾ എന്നെ അനുസരിക്കും. ഞാൻ നിങ്ങളെ നയിക്കുന്ന മന്ത്രവാദിയാണ്. കമോൺ, ഓപ്പൺ യുവർ ഐസ്. ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട് ഞാൻ. ഈ വരക്കപ്പുറം നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. ഈ വരക്കപ്പുറം കിടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കാല് പൊള്ളും. ശ്രമിക്ക്. ഒരാട്ടി കിടക്കാൻ നോക്ക്, കാല് പൊള്ളും. അവിടെ നിന്ന് കിടന്നാൽ കാല് പൊള്ളും. കിടന്ന് നോക്ക്, കാല് പൊള്ളും. എന്നാ കിടക്കണോ? കാല് പൊള്ളുന്നുണ്ടോ? കിടക്കാൻ നോക്ക്, കാല് പൊള്ളും. നോക്ക്. നാഗവല്ലി എന്നെ വിടമാട്ടെ. പക്ഷെ നാഗവല്ലി ഞാൻ പിടിച്ച് കെട്ടി ഒരൊറ്റ വരച്ച വരയിൽ നിർത്തി. ഇത് കേൾക്കുമ്പോൾ കുറേ ഭർത്താക്കന്മാർ മനസ്സിൽ പറയുന്നുണ്ട് ഈ മന്ത്രം ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? ഉണ്ടോ ഭർത്താക്കന്മാരെ? ഞാനൊരു ഭർത്താവ് തന്നെയാണ്. ചില ഭാര്യമാരും പറയുന്നുണ്ട് ഈ ട്രിക്ക് ഞങ്ങൾക്കും പഠിക്കണം, ഭർത്താവിനെ ഒരൊറ്റ വരയിൽ നിർത്താൻ, അല്ലേ? അപ്പോൾ ഇതെന്താന്ന് പറയുക, നമ്മൾ മനസ്സിലൊരു കാര്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെയാ. പറ്റില്ല എന്ന് വിചാരിച്ചാൽ അത് അങ്ങനെയാ. ഒന്ന് കണ്ണടച്ചേ. നിങ്ങളിപ്പോൾ നാഗവല്ലി അല്ല, നോർമൽ ലേഡിയാണ്. ഈസി ആയിട്ട് നടക്കാൻ പറ്റും. പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കും. ഓപ്പൺ യുവർ ഐസ്. ഒന്ന് നടന്നേ. നേരത്തെ മന്ത്രവാദി ഒരു വര വരച്ചപ്പോൾ അവിടെ നിന്നതാ. ഹലോ, ഒന്ന് കണ്ണടച്ചേ. നിങ്ങളിപ്പോൾ നാഗവല്ലി അല്ല. കണ്ണു തുറക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടനോ നടിയോ ആരാ? മൈക്കിൽ പറയൂ. വിജയ്. ഒന്ന് കണ്ണടച്ചേ. കണ്ണ് തുറന്നു കഴിയുമ്പോൾ നിങ്ങളുടെ തൊട്ട് മുന്നിൽ ഞാൻ വിജയായിരിക്കും. നിങ്ങൾ എന്നെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഐ ആം വിജയ്. ഓപ്പൺ യുവർ ഐസ്. ഹലോ, വരൂ. എന്നെ മനസ്സിലായിട്ടുണ്ടോ? ആരാ? മൈക്കിൽ പറഞ്ഞേ. മൈക്കിൽ ശരിക്കും പിടിച്ച് പറ. വിജയ് ഇത് കാരണം ആത്മഹത്യ ചെയ്താൽ ഞാൻ ഉത്തരവാദിയാകുന്നതല്ല. കാരണം വിജയ്ക്ക് എൻ്റെ അത്ര ഗ്ലാമർ ഇല്ല, എൻ്റെ അത്ര ഡാൻസ് കളിക്കാനും അറിയില്ല. പക്ഷെ തൽക്കാലം ഞങ്ങൾ വിജയാവും. നമ്മൾ രണ്ടാളും നല്ല ഡാൻസേഴ്സാണ്. കമോൺ, നിങ്ങൾ നല്ലൊരു ഡാൻസറാണ് കേട്ടോ. ഒന്ന് കണ്ണടച്ചേ. കണ്ണ് തുറന്നു കഴിയുമ്പോൾ നിങ്ങൾ നല്ല ഡാൻസറാണ്. കണ്ണടക്കൂ. നിങ്ങൾ വിജയ്ക്ക് കൂടെയാണ് നൃത്തം ചെയ്യുന്നത്. റെഡി? 1 2 3 മ്യൂസിക് പ്ലീസ്. കമോൺ, ഡാൻസ്. നിങ്ങൾക്കും ഡാൻസ് ചെയ്യാം. ഒപ്പം കൂടെ കളിക്കൂ.
നിങ്ങൾ ആരും കൂടെ ഡാൻസ് കളിക്കുന്നത്? വിജയ്. പടച്ചവനെ, വിജയിയെ ഒന്ന് കാണട്ടെ ഞാൻ. ആ പാട്ട് ഇപ്പൊ നിൽക്കും. ആ പാട്ട് നിൽക്കുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. ആ പാട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേ ആ ചെയർ മാഗ്നറ്റിക് ആവും. നിങ്ങൾ അതിലേക്ക് ഇരുന്നുറങ്ങും. ഇപ്പം നിന്നു അല്ലേ? പതുക്കെ നിങ്ങൾ ആ ചെയറിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. സേഫായിട്ട് നിങ്ങൾക്ക് ഇരുന്നുറങ്ങാൻ പറ്റും. ആ ചെയർ നിങ്ങളെ പിടിച്ച് വലിക്കുന്നുണ്ട്. യെസ്, എന്തൊരു സുഖമല്ലേ ഉറങ്ങാൻ. വരും. എൻ്റെ കയ്യിൽ ഒരു പൊടിയുണ്ട്. പൊടി അങ്ങ് എറിയുമ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോകും കേട്ടോ. എറിയട്ടെ. റെഡി, 1 2 3 സ്ലീപ്പ്. ഇതാണ് മാന്ത്രിക പൊടി കേട്ടോ. ദാറ്റ്സ് ഇറ്റ്.